ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇതാ മുത്തശ്ശൻ കർട്ടനൊക്കെ പുതിയത് മാറ്റിയിട്ടുണ്ട്. ഇതായിരുന്നില്ല, ക്ലോത്തിൻ്റെ കർട്ടനായിരുന്നു. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും, എൻ്റെ വീട്ടിലും മുറ്റൻ്റെ വീട്ടിലൊക്കെ ഈ കർട്ടനാണ്, ഇങ്ങനത്തെ ബ്ലൈൻഡ്സ്. അപ്പോൾ ഇവിടെയും അത് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. മുത്തശ്ശനൊരാഗ്രഹമായിട്ട് മുത്തശ്ശൻ ക്ലോത്ത് കർട്ടൻ മാറ്റിയിട്ട് ബ്ലൈൻഡ്സ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൂമിനൊരു പ്രത്യേക ഭംഗി തോന്നുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഇവിടെ ഞാനൊരു 2-3 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ മീൻസ് അമ്മയുടെ വീട്ടിൽ. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയതാണ്, പക്ഷേ അവിടെ 2 ദിവസം നിന്നുള്ളൂ. അച്ഛനും അമ്മയും അമ്പലയാത്രയിലാണ്. ഒരു 3-4 അമ്പലം അവർ കവർ ചെയ്യുന്നുണ്ട് 2 ദിവസത്തിനുള്ളിൽ. അപ്പോൾ അവർ അമ്പലത്തിലേക്ക് പോയേക്കാണ്. കുറച്ച് ദൂരമുള്ള അമ്പലങ്ങളാണ്, കൊട്ടിയൂര്, അതുപോലെ തന്നെ മുത്തപ്പൻ്റെ അമ്പലം, അങ്ങനെ കുറച്ച് അമ്പലങ്ങൾ. അപ്പം ഞാൻ പോയിട്ടില്ല, കുക്ക് പോയിട്ടില്ല. കുക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം എനിച്ചിട്ടുള്ളൂ, ഞങ്ങൾ 2 പേരും ഇപ്പം എനിച്ചിട്ടുള്ളൂ. അവൾക്ക് എണീക്കണമെന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉമ്മ വെച്ച് എണീപ്പിച്ചു. അങ്ങനെ അല്ലേ കുക്കു? യെസ്, നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 പേരും കിടന്നത് ഒരു 2:30 ആയിട്ടുണ്ട് കേട്ടോ രാത്രി. ഞാനും ഇവളൊക്കെ 2:30 ആയിട്ടുണ്ട്. എണീറ്റത് 8 മണിക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ, നമുക്ക് വന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. കാരണം കമൻറ്റ് ബോക്സിൽ എൻ്റെ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ടൈം ഞാൻ പോകുമ്പോൾ എടുക്കാം. എന്തായാലും ഇന്ന് അമ്മയുടെ വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫ് ആവാം. നല്ല ഉറക്കം വരും. ഓക്കെ, എന്തോന്നറിയില്ല, ഇന്ന് എണീറ്റപ്പോൾ ഭയങ്കര ക്ഷീണം പോലെ. എനിക്ക് തോന്നുന്നു നൈറ്റ് നേരം വഴുകി കിടന്ന കാരണമായിരിക്കാം. ഭയങ്കര ക്ഷീണം, ഉറക്കം അങ്ങോട്ട് മതിയാവുന്നില്ല. ഞാൻ വിച്ചുവിൻ്റെ വീട്ടിലുള്ള സമയത്ത് ഞാൻ ചിലപ്പോൾ 8:30, 9 മണി, 9:30 ആ സമയത്തൊക്കെ എണീക്കുക കേട്ടോ. അവിടെ എല്ലാവരും കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അങ്ങോട്ട് ഓക്കെ ആയി. പക്ഷേ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലേറ്റായിട്ട് എണീക്കാൻ സമ്മതിക്കില്ല അച്ഛൻ. നേരത്തെ എണീക്കണം, അങ്ങനെയാണ്. പക്ഷെ ഇവിടെയാണെങ്കിൽ അമ്മൂമ്മയ്ക്ക് കുഴപ്പമില്ല, അമ്മൂമ്മയ്ക്ക് ലേറ്റായിട്ട് എണീറ്റാൽ മതി. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റായിട്ട് എണീക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എണീക്കും. നേരത്തെ എണീക്കാൻ പറഞ്ഞാൽ ഞാൻ ലേറ്റായിട്ട് എണീക്കും. ചാവക്കാട് പോയി എപ്പോഴും ഞാൻ ലേറ്റായിട്ട് എണീക്കുക കേട്ടോ. പക്ഷെ അവിടെ നേരത്തെ എണീക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കിടന്നുറങ്ങാം. എല്ലാവരും കുറേ നേരം കിടന്നുറങ്ങാറുണ്ട്, പക്ഷേ നേരത്തെ എണീക്കും. ഗുരുവായൂരാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഇതിനോട് ഇങ്ങനെ ഇതായി പോയിക്കൊണ്ടിരിക്കണ കാരണം വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് 8 മണിക്ക് എണീറ്റ്. വെള്ളം കുടിച്ചാട്ടോ. ഞാനിപ്പോൾ ഡെയിലി ഒരു 3 ലിറ്റേഴ്സൊക്കെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു വെയിറ്റ് ലോസ് ചെയ്താലോ എന്നുള്ളൊരു ഇതിലാണ്. അറിയില്ല കേട്ടോ, എത്രത്തോളം പോകുന്ന അറിയില്ല വെയിറ്റിൻ്റെ കാര്യത്തിൽ. കാരണം നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെ. അപ്പം എന്നിട്ട് നമ്മൾ പറഞ്ഞു വന്ന ഉറക്കത്തിൻ്റെ കാര്യം അല്ലേ. ഞാൻ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്, എൻ്റെ കസിനും കൂടി ഉണ്ട്, സ്നേഹമുണ്ട്. ഞങ്ങൾ തന്നെ നൈറ്റ് കളിച്ച് ഉറങ്ങാൻ ലേറ്റായിപ്പോയി. ഞങ്ങൾ കുറേ കളി കളിച്ചു, ബിങ്കോ കളിച്ചു. പിന്നെ ഇപ്പോൾ കുറേ കളികൾ വന്നിട്ടുണ്ട് നമ്പേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ കളിച്ചു. നെയിം പ്ലേസ് തിങ് കളിച്ചു. കുറേ ഗസ് ഗെയിംസ് ഉണ്ടായിരുന്നു. അതൊക്കെ കളിച്ചിട്ട് കിടന്നുറങ്ങാൻ ലേറ്റായി. പിന്നെ വിച്ചുവിനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ലേറ്റായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റൂമിൽ നിന്ന് പുറത്തിറങ്ങാം. എനിക്ക് മോർണിംഗ് എണീറ്റ് കഴിഞ്ഞ് ഇങ്ങനെ കുക്കുവിനെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. കുറച്ച് നേരം ഞാനും അവളും കൂടി ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും, ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ. എന്നിട്ടൊക്കെ ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ കേട്ടോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണ് അത് മിസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എപ്പോഴൊക്കെ കുക്കുവിനായിട്ട് എപ്പോഴൊക്കെ നമ്മളിങ്ങനെ അടുത്തൊരുമിച്ചുണ്ടോ ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ 2 പേരുടെ മോർണിംഗും കുറച്ച് നേരം നമ്മൾ 2 പേരും ടൈം സ്പെൻഡ് ചെയ്യും. ഞാൻ എന്തൊക്കെയോ കാര്യമായിട്ട് ഇങ്ങനെ കുക്കുവിനോട് പറയും. കുക്കു ഒന്നും തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ അവൾ ജസ്റ്റ് അവളുടെ ഇങ്ങനെ നോട്ടത്തിൽ എനിക്ക് എല്ലാം മനസ്സിലാവും കേട്ടോ. ഇപ്പം ഞാൻ അവളിങ്ങനെ ഉറക്കുകയാണ് കേട്ടോ. അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, കണ്ണിങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ചെവിയുടെ അവിടെയും തലയുടെ അവിടെയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കുക്കുവിന് ഉമ്മയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദ്യമൊക്കെ ഞങ്ങളങ്ങനെ ഉമ്മ ചേരുന്നില്ല കേട്ടോ, ആരും ഉമ്മ ചേരുന്നില്ല. പിന്നെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ സ്ഥിരം ഉമ്മയ്ക്കലായി. ഇപ്പോൾ ഉമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ കുക്കുവിനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കും. കൂടുതൽ ഞാൻ തന്നെയാണ് ഉമ്മയ്ക്കുക കേട്ടോ. കുക്കുവിനാണെങ്കിൽ ഉമ്മയ്ക്കിന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതാണ് തല ഇങ്ങനെ വെട്ടിക്കേണ്ടത് കേട്ടോ.
അങ്ങനെ അവളുടെ ഉറക്കവും കഴിഞ്ഞു, എൻ്റെ ഉറക്കവും കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പിന്നെ ബ്രഷ് ചെയ്തു, അവൾ പിന്നെ ബ്രഷ് ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, ഞാൻ ഒരു ചെവിയിൽ മാത്രമാണോ സ്റ്റഡ് ഇട്ടേക്കണേ ചോദിച്ചിട്ട്. അത് തന്നെയാണ് കേട്ടോ, ഞാൻ ഒറ്റ ചെവിയിലാണ് സ്റ്റഡ് ഇട്ടേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മൊത്തം 5 സ്റ്റഡ് ഉണ്ട്, പക്ഷെ ഒരെണ്ണം ഓട്ടടഞ്ഞു ഗൈസ്. അങ്ങനെ അപ്പോൾ ബ്രഷ് ചെയ്തത് പുറത്തേക്ക് ഇറങ്ങി, ബെൽറ്റൊക്കെ ഇട്ട് കുക്കുവിൻ്റെ രാവിലത്തെ പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. പ്രധാന കർമ്മങ്ങൾ അങ്ങനെയല്ലേ പറയുക, അങ്ങനെ എന്താണ് പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ രാവിലത്തെ അവളുടെ എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. യെസ്, നിങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ. അപ്പോൾ സാധാരണ അവൾ എല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ ചെയ്തിരുന്നത്. ഒന്നെങ്കിൽ അവളുടെ കൂട്ടിനുള്ളിൽ, അല്ലെങ്കിൽ ബാത്റൂമിൽ. ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് അവളെ എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത്, എവിടെയാണെങ്കിലും പുറത്ത് പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കയറും പിടിച്ചുകൊണ്ട് നടക്കും കേട്ടോ. ചാവക്കാടുള്ളപ്പോൾ കൂടുതലും അമ്മ ടെറസിലേക്കാണ് കൊണ്ടുപോകുക കേട്ടോ. മുറ്റത്ത് അങ്ങനെ നടത്തിക്കാറില്ല, കുറേ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട് കേട്ടോ ചാവക്കാട്. അപ്പോൾ സേഫ് അല്ല. ഇങ്ങനെ എൻ്റെ വീട്ടിൽ, അതായത് ഗുരുവായൂർ വീട്ടിൽ നിൽക്കുമ്പോഴും അമ്മയുടെ വീട്ടിലേക്ക് നിൽക്കുമ്പോഴും ഇങ്ങനെ നമ്മൾ നടത്തിക്കാറുണ്ട് കേട്ടോ. മറ്റെല്ലാ കാര്യങ്ങളും പുറത്ത് തന്നെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ അങ്ങനെ അവൾക്ക് ശീലമായി പോയി. ഇപ്പോൾ വീണ്ടും ഉള്ള തീരെയും ചെയ്യാറില്ല കേട്ടോ ഒന്നും. അപ്പോൾ അവൾക്ക് ഇതാ ഞങ്ങൾ തറവാട്ടിലെത്തിയിട്ട് നടന്ന് തറവാട്ടിലെത്തി. അമ്മയുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് അമ്മയുടെ തറവാടുള്ളത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കയറണം കേട്ടോ. ഇങ്ങനെ കയറാൻ എങ്ങനെയാണ് പറ്റുക, ഇത്ര 3 സൈസുള്ള ആൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല കയറേണ്ടേ, സ്റ്റെപ്പ് കയറിപ്പോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾക്ക് മനസ്സിലായി, ആൾ സ്റ്റെപ്പ് കയറിപ്പോയി കേട്ടോ. ഇവിടെ ഇരുന്നാൽ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. ഭയങ്കര സമാധാനം, സുഖവും, എന്താ പറയുക, മൊത്തത്തിലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നല്ലൊരു മൈൻഡൊക്കെ റിലാക്സ് ആവും. അപ്പോൾ കുറച്ച് നേരം അവിടുത്തെ മുത്തശ്ശനെയും റിലേഷനൊക്കെ സംസാരിച്ചിരുന്നു. മുത്തശ്ശൻ്റെ അനിയനും അനിയൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇപ്പോൾ അവിടെ വീട്ടിലുള്ളത്. ദെൻ കുക്കുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മുട്ടയായിരുന്നു, മുട്ട പുഴുങ്ങിയത് കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ഇവിടെ ദോശയാണ്. പിന്നെ ഞാൻ ഇന്നലെ നൈറ്റ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട്, അപ്പോൾ അത് ഞാൻ ഇന്ന് കഴിച്ചു. പിന്നെ സാമ്പാറും അതുപോലെ തന്നെ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു മുട്ടയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇതാണ് കേട്ടോ. നല്ല നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ചെമ്മീനാണ്. ചെമ്മീൻ ചാവക്കാടുള്ളപ്പോൾ അങ്ങനെ എപ്പോഴും നമ്മൾ വാങ്ങിയിരുന്നില്ല, കാരണം ചേച്ചിക്കും അച്ഛനും ചെമ്മീൻ പറ്റില്ല, അലർജിയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും മീൻ വാങ്ങില്ല ചെമ്മീൻ. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെമ്മീൻ വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മൂമ്മേനായിട്ട് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. അമ്മൂമ്മയും മുത്തശ്ശനും നേരത്തെ കഴിച്ചു, ഞാൻ കുറച്ച് ലേറ്റായി എണീറ്റ കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കണം. സ്നേഹ ഇപ്പോഴും എണീറ്റിട്ടില്ല കേട്ടോ. അതായത് എൻ്റെ ഒരു കസിനും കൂടി ഇവിടെ ഉണ്ട്, അപ്പോൾ അവളിപ്പോഴും എണീറ്റിട്ടില്ല. സോ അവൾ ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ അവൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട വെച്ചു. പിന്നെ ഞാൻ കഴിച്ച് എനിക്ക് അതിന് ശേഷം പിന്നെ മുത്തശ്ശൻ ചിക്കൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ചിക്കനൊക്കെ കഴുകി പീസാക്കി വേസ്റ്റൊക്കെ കളഞ്ഞ് അങ്ങനെ പീസാക്കിയിട്ട് 3 തരത്തിൽ ഇങ്ങനെ മാറ്റി വെച്ചിട്ടോ. കാരണം ഒന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ, ഒന്ന് കുക്കുവിന് കഴിക്കാൻ, ഒന്ന് കറിക്കും, പിന്നെ ഒന്ന് കുക്കുവിന് കഴിക്കാനും, പിന്നെ ഒന്ന് വറക്കാനും വേണ്ടിയിട്ട്, അങ്ങനെ 3 എണ്ണാക്കിയിട്ട് മാറ്റിയിട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ ചിക്കൻ നന്നാക്കാനും മീൻ നന്നാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഞാനാണെങ്കിൽ 10 മണി 10:30 കഴിഞ്ഞിട്ടാണ് കുളിച്ചത്. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് കുക്കുവിനെ നടത്തിക്കാൻ കൊണ്ടുപോയി അവളുടെ രാവിലത്തെ എന്താ പറയുക പ്രധാന കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. അതിനുശേഷം പിന്നെ ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തു. മുട്ട അവൾക്ക് ചില സമയത്ത് അവൾ ഒറ്റയ്ക്ക് കഴിക്കും, ചില സമയത്ത് ഒന്ന് വായ കൊടുക്കണം. അപ്പോൾ ഇന്ന് വായ കൊടുത്തു. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പിന്നെ ചിക്കൻ മേടിച്ചു കൊണ്ടിട്ടുണ്ട് മുത്തശ്ശൻ. അപ്പോൾ ചിക്കൻ നന്നാക്കി പീസാക്കി കുറച്ച് കറിക്ക് വെച്ചു, കുറച്ച് വറക്കാൻ പുരട്ടി വെച്ചു. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുക്കുവിനെ കഴിക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചു. അങ്ങനെ നമ്മൾ 3 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണിൽ കളിച്ചിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓരോ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് കുളിച്ചു വന്നു. ഇങ്ങനെ തലയിൽ കെട്ടി വെക്കാൻ പാടില്ല എന്ന് എപ്പോഴും പറയും. അപ്പോൾ കുളിച്ചു വന്ന് എൻ്റെ മുടി കുളിച്ച് വന്നിട്ടുണ്ട്. മുടിയൊന്നും ഉണക്കിയിട്ടേനില്ല കേട്ടോ, നല്ലോണം വെള്ളമുണ്ട്. ഞാൻ ചില സമയത്ത് 2 തോർത്തുമുണ്ട് യൂസ് ചെയ്യും, ചില സമയത്ത് ഒറ്റ തോർത്തുമുണ്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒറ്റ എണ്ണ യൂസ് ചെയ്ത കാരണം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ, നല്ലോണം വെള്ളമുണ്ട്. ഇത് ഉണക്കിയെടുക്കലാണ് എൻ്റെ അടുത്ത പണി. അമ്മമ്മ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ഓൾറെഡി പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ വറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ടുണ്ട് മുടി ഉണക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഇവിടെ ഡ്രയറോ കാര്യങ്ങളൊന്നും ഇല്ല. സോ ഫാൻ്റെ അടിയിൽ നിന്നിട്ട് മെല്ലെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വീടെടുത്തിട്ട് വീണ്ടും ഞാൻ വേറൊരു തോർത്തെടുത്ത് തലയിൽ കെട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉമ്മർത്ത് വന്ന് നോക്കിയപ്പോൾ രണ്ടാളും നല്ല ഉറക്കം. അതായത് മുത്തശ്ശനും ഉറങ്ങുകയാണ്, കുക്കും ഇതാ ചെയറിൽ കിടന്ന് ഉറങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അനക്കം കേട്ട് കുക്ക് എണീറ്റിട്ടുണ്ട്, മുത്തശ്ശൻ എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ വേഗം പോയിട്ട് കിച്ചണിൽ പോയിട്ട് അമ്മൂമ്മ എന്താ ചെയ്യണേന്ന് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അമ്മൂമ്മ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിക്കൻ ഫ്രൈ ഞാൻ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി അമ്മൂമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. സോ അത് ഞാൻ പോയി നോക്കിയിട്ടോ. പിന്നെ ഞാൻ പോയിട്ട് സിന്ദൂരമൊക്കെ തൊട്ടു. ഇന്ന് കുറച്ച് കൂടുതൽ തൊട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഞാൻ സ്ഥിരം തൊടുന്ന സിന്ദൂരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അമ്മൂമ്മയുടെ സിന്ദൂരമാണ് തൊട്ടത്. അതാകുമ്പോൾ കുറച്ച്
പിഗ്മെൻറ്റഡും ആണ്. ഞാൻ ഉദ്ദേശിച്ച ഇതിൽ വന്നില്ല കേട്ടോ, നല്ല തിക്കായിട്ട് വരികയും ചെയ്തു. പിന്നെ ഞാൻ നേരെ തറവാട്ടിലേക്ക് പോയിട്ടോ, കാരണം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തറവാട്ടിൽ കൊണ്ടു കൊടുക്കാറുണ്ട് കേട്ടോ ഫുഡ് ഒക്കെ. അപ്പോൾ ചിക്കൻ കറി കൊണ്ടുകൊടുക്കാൻ പോയതാണേ. അങ്ങനെ അത് കൊണ്ടുകൊടുത്ത് പിന്നെ ഞാൻ അവിടെ മുത്തശ്ശനായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സുഖമാണ്, പിന്നെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്, ഫുൾ ചുറ്റും മരങ്ങളും കാറ്റും പൂവും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാനിവിടെ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തോ സംസാരിക്കാനാണ് കേട്ടോ, എനിക്ക് തോന്നുന്നു വിച്ചുവിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ വിസ ശരിയായോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കമൻറ്റിലും ചോദിക്കുന്നുണ്ട് കേട്ടോ, വിച്ചുവിൻ്റെ അടുത്തേക്ക് എപ്പോഴാണ് പോകണേന്ന്. വിച്ചുവിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ അടുത്തൊന്നും ഞാൻ പോവില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നാട്ടിൽ തന്നെ ഉണ്ടാവും കുറച്ചധികം മന്ത്സ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയറിൽ കയറിയിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ചെയറിലിരുന്നിട്ടായി സംസാരം. അങ്ങനെ ഓരോ പ്ലേസും മാറി മാറി ഇരുന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫാനിൻ്റെ അടിയിലിരുന്നിട്ട് എൻ്റെ മുടിയൊക്കെ ഉണക്കിയിട്ട് ഇവിടെ ഇരുന്നിട്ട് ഫുള്ളായിട്ട് തന്നെ എനിക്കിങ്ങനെ ഫാനിൻ്റെ അടിയിൽ ഇരുന്നിട്ട് മുടി ഉണക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ അപ്പോൾ മുടിയൊക്കെ ഉണക്കി ഞാൻ പിന്നെ ഇതാ വീട്ടിൽ പോയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളൊരു കുറച്ച് പീസ് മാത്രമാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചത്. കാരണം എൻ്റെ കസിൻ, അതായത് സ്നേഹയ്ക്ക് ചിക്കൻ കറീനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ചിക്കൻ ഫ്രൈ ആണ്. അവൾക്ക് ഇങ്ങനെ നല്ല സ്പെഷ്യലായിട്ടുള്ള പീസ്, അതായത് പീസ് മാത്രമേ അവൾ ചിക്കൻ്റെ കഴിക്കുള്ളൂ, എല്ലാ പീസും കഴിക്കില്ല. സോ അവൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. സീക്രട്ട് ഇൻഗ്രീഡിയൻസ് പറയാൻ, വിച്ചുവിൻ്റെ വല്യമ്മ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. സോ വല്യമ്മയുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഞാനിതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഇന്നലത്തെ ചെമ്മീൻ റോസ്റ്റും ചിക്കൻ കറി, ചമ്മന്തിപ്പൊടിയും, അതുപോലെ തന്നെ പുളിയിഞ്ചി, പപ്പടും, ചോറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂട്ടി നല്ലോണം ഫുഡ് കഴിച്ചു. റൈസ് കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം ചെറുതായിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള പ്ലാനാണ്. എവിടെ വരെ പോകുമെന്നറിയില്ല, നോക്കി വെക്കാം എന്തായാലും അല്ലേ. അപ്പോൾ കുക്ക് ദാടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുക്കിന് ഇങ്ങനെ പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കിന് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുക്കു നേരത്തെ കൂട്ടി കഴിച്ചു കേട്ടോ. അമ്മൂമ്മ ഇങ്ങനെ കുക്കുവിന് നേരത്തെ കൊടുത്തു, ഒരു 12:30 ആകുമ്പോൾ കൊടുത്തു. നമ്മളിരുന്നത് ഒരു 1 മണിയൊക്കെ നേരത്താണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. ഉച്ചയ്ക്ക് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. സ്നേഹയുണ്ട് അപ്പുറത്ത്, എൻ്റെ അപ്പുറത്ത് മുത്തശ്ശൻ ഇരിക്കുന്നുണ്ട്, അമ്മൂമ്മ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ടുള്ള കുക്കും ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞങ്ങളുടെ ചിക്കൻ്റെ എല്ലൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. എന്നിട്ട് ഇതാ ക്ലാസ്സിന് പോകാൻ നിൽക്കുകയാണ്. സാധാരണ ഞാൻ ഇവിടെ നിൽക്കാൻ വരുമ്പോൾ അങ്ങനെ ക്ലാസ്സിന് പോകാറില്ല, പക്ഷേ ഇന്ന് ക്ലാസ് ഉള്ള ദിവസമാണ്, സോ മിസ്സാക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അതാ പോവാണ് കേട്ടോ. എനിക്കത് കാരണം വലിയ മൂഡില്ല, കാരണം ഈവനിങ് ഞാൻ മുത്തശ്ശൻ്റെ വീട്ടിൽ വന്ന് കുറച്ചധികം നേരം ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് കുക്കുവിനെ നടത്തിക്കാമല്ലോ. പക്ഷെ അതിനൊന്നും പറ്റാത്ത കാരണം അതിൻ്റെ ഒരു ഇത് അങ്ങനെ ബാഗൊക്കെ ഇട്ട് ഇറങ്ങി. പിന്നെ എൻ്റെ സൺഗ്ലാസ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സൺഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്, മറ്റൊരു കാണാനില്ല. അത് കുറച്ചധികം കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതിപ്പോൾ എവിടെ പോയിന്ന് അറിയില്ല, എന്തായാലും കിട്ടും, കാരണം ഞാൻ അവിടെ ഇവിടെയും കൊണ്ടുവയ്ക്കണ കാരണം കേട്ടോ കാണാത്ത. എനിക്ക് വെച്ച സ്ഥലം ഓർമ്മയില്ല. പിന്നെ ഞാൻ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടു, കാരണം നല്ല ടാൻ അടിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ. ഓൾറെഡി ടാനാണ് എൻ്റെ കൈ മൊത്തം. കൈ വേറെ കളർ, ഫേസ് വേറെ കളറാണ്. അപ്പോൾ ഇനി കൂടുതൽ അങ്ങോട്ട് ഇതാവണ്ട വെച്ചിട്ട് ഞാൻ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ അത്യാവശ്യം നമ്മുടെ കൈ കവർ ആവുന്നുണ്ട്. പിന്നെ നല്ല സ്ട്രെച്ച് ചെയ്യാൻ ഒരു മെറ്റീരിയലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മലേഷ്യയിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് പോണ വഴിയിൽ 2-3 കൊറിയറൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഞാൻ എൻ്റെ ക്ലാസ്സിന് പോയി. ക്ലാസ് ഒരു 1.5 hours ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞു. ചെമ്പേ അക്കാദമിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്, ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ. ക്ലാസ് കഴിഞ്ഞത് റിട്ടേൺ അമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ എനിക്ക് എന്തോ ചായ കുടിക്കാൻ തോന്നി, കാരണം ഈ ഒരു മുറുക്കുണ്ടെങ്കിൽ എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മുറുക്ക് തന്നെയാണ് പറയുക, ചിപ്സോ എന്താവട്ടെ, ഈ സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൽ മുക്കിയിട്ട് ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് വെറുതെ കഴിക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല, പക്ഷേ ഇതിലിങ്ങനെ മുക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. അങ്ങനെ ഇവർ സീരിയൽ കാണുന്ന ആളുകളാണ് കേട്ടോ, ഫുൾ സീരിയലും കാണും. അപ്പോൾ ഞാനും കുറച്ച് കണ്ടു. ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡള്ളായിട്ട് ഇരിക്കുന്നു കേട്ടോ. ഞാൻ ഫ്രഷ് ആയിട്ടില്ല. ക്ലാസ് കഴിഞ്ഞ് വന്നു, കുറച്ച് നേരം ഞാൻ മുറുക്കും അതുപോലെ തന്നെ ചായ കുടിച്ചു. സാധാരണ ഞാൻ ചായ കുടിക്കാറില്ല, പക്ഷേ എനിക്ക് ആ മുറുക്ക് കഴിക്കുമ്പോൾ എനിക്ക് ചായ എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ചായയും കുടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിച്ചു. പിന്നെ കുക്കുവിനായിട്ട് കുറച്ച് നേരം കഴിച്ചു. പിന്നെ എനിക്ക് നാളെ ഒരു ഷൂട്ടുണ്ട് കേട്ടോ തൃശ്ശൂർ വെച്ചിട്ട്. സോ അതിൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് ഇങ്ങനെ ഇട്ടു. ഭക്ഷണം കഴിച്ച് കാരണം പെട്ടെന്ന് ഞാൻ കുളിക്കില്ല. ഭക്ഷണം കഴിക്കണ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. കുറച്ച് ചോറും കുറച്ച് ചിക്കൻ കറിയും കുറച്ച് ചിക്കൻ വറുത്തിട്ട് അത്രേ കഴിച്ചുള്ളൂ. ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ പെട്ടെന്ന് പോയി കുളിക്കണില്ല. സോ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. യെസ്, അപ്പം ഞാൻ ഈ ഫോൺ ഇവിടെ എവിടെയെങ്കിലും വെക്കട്ടെ, ക്ലാരിറ്റി കുറവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഫോൺ വെച്ചാലേ സീനുണ്ടാവും. ഓക്കെ, സ്നേഹ പോയിട്ടോ. സ്നേഹ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ഞാനും പോവും. മിക്കതും നാളെ പോകും കേട്ടോ. അമ്മയും അച്ഛനും നാളെ രാവിലെ എത്തും. അമ്പലങ്ങളൊക്കെ കറങ്ങിയിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് നാളെ എത്തും. കുക്ക് ഇതെവിടെ ഇരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പോയി കുളിച്ചു വന്നു കഴിഞ്ഞാൽ കിടക്കും.
ഇന്ന് നേരത്തെ കിടക്കുന്നുണ്ടാവില്ല, കാരണം ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഉറങ്ങി കേട്ടോ. എന്നിട്ടാണ് ഞാൻ ക്ലാസ്സിന് പോയത്. അപ്പോൾ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. പോയിട്ട് വേഗം കുളിച്ചിട്ട് വരാം, അപ്പോഴേക്കും കുറച്ച് നേരം ഫോണൊക്കെ ചാർജിലിടാം. അങ്ങനെ ഞാൻ പോയിട്ട് മേലൊക്കെ കഴുകി വന്നു. ഫ്രഷ് ആയപ്പോൾ തന്നെ ഭയങ്കര ഒരു സുഖം. ഇപ്പോൾ സമയം 10:30 കഴിഞ്ഞു കേട്ടോ. ഞാൻ ഫ്രഷ് ആവാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ കളിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഇരുന്ന് പോയി ഓരോ റീൽസും കണ്ട് അങ്ങനെ ഇരുന്ന് പോയിട്ടോ. പിന്നെ ഒരു കാര്യം നമ്മൾ പറയാനുണ്ട്, നമ്മുടെ വിക ഫാഷൻ സ്റ്റോർ, അതായത് എനിക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, സാരി ബിസിനസ്സാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കോമൺ ആയിട്ട് വരുന്നൊരു മെസ്സേജാണ്, നിങ്ങൾ എവിടെ നിന്നാണ് സാരി ഹോൾസെയിൽ റേറ്റിന് പർച്ചേസ് ചെയ്യണത്, അതുപോലെ തന്നെ നിങ്ങളുടെ പേജിൽ ഹോൾസെയിൽ റേറ്റിന് സാരി കൊടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ പേജിൽ സാരി ഹോൾസെയിലായിട്ട് കൊടുക്കാമെന്ന്. കുറേ പേർക്ക് സാരി ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെ നിന്നാണ് ഹോൾസെയിൽ റേറ്റിന് നല്ല സാരീസൊക്കെ കിട്ടുകയെന്ന് അറിയില്ല. സോ ഞാൻ ചോദിച്ചു, ഓക്കെ, നമ്മുടെ പേജിൽ ഹോൾസെയിലായിട്ട് സാരി കൊണ്ടുവരാമെന്ന്. അപ്പം ഞാൻ എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്യണത്, സെയിം റേറ്റിനാണ് നിങ്ങൾക്കും എൻ്റെ അടുത്ത് നിന്ന് ഹോൾസെയിൽ റേറ്റിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വിക ഫാഷൻ സ്റ്റോറിലേക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല, കിടക്കാനുള്ള ഒരു ഇതാണ്. കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചിട്ട്. ലൈറ്റ് നല്ല കുറവുണ്ട് കേട്ടോ, ഞാൻ എക്സ്ട്രാ ലൈറ്റൊന്നും വെച്ചിട്ടില്ല, കൊണ്ടുവന്നിട്ടുമില്ല കേട്ടോ. യെസ്, അപ്പോൾ അച്ഛനമ്മേനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം വിച്ചുവിനെ വിളിക്കണം. ഇപ്പോൾ വിളിക്കില്ല കേട്ടോ, കുറച്ച് കഴിയും, കാരണം വിച്ചു ഇപ്പോൾ വർക്കിലാണ്. വിച്ചുവിനിപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് വർക്ക് കൂടുതലാണ്. ആളുടെ ടീമിൽ നാട്ടിലേക്ക് പോയിട്ട് വന്നിട്ടില്ല, സോ ആളുടെ വർക്കും കൂടി ചെയ്യണം. അപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും ഉച്ച വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ്, അതായത് അമ്മ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയേ ഉള്ളൂ. ഇനി ഉറങ്ങാൻ പോവുകയാണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ, ലവ് യു ഓൾ.